Hi guys, once again welcome back to EduPod Plus 2 Commerce and Humanities YouTube channel. ഈ വർഷം +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് രണ്ട് കാര്യങ്ങൾ. നിങ്ങളുടെ സ്കൂൾ തുറന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു, അതായത് ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ ഫസ്റ്റ് വീക്ക് ഒന്നാം ആഴ്ച നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോഴും ഞാൻ കൃത്യമായി സ്കൂളിൽ പോകുന്നതിന് പഠിക്കാനൊന്നും അല്ല, ഞാൻ അങ്ങനെ ഒന്ന് വൈബാക്കാൻ വേണ്ടി പോവുകയാണ് എന്ന തോന്നൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, എന്ന് എൻ്റെ ബോർഡിലേക്ക് ഒന്ന് നോക്കിക്കോ. കഴിഞ്ഞ കുറച്ച് 4 വർഷത്തിനിടയിൽ +1 +2 അതായത് കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസുകളെയും പാസ് ഔട്ട് പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കാൻ വേണ്ടി പോകുന്നത്. ഈ പാസ് ഔട്ട് പെർസെൻറ്റേജ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും കേരളം അല്ലെങ്കിൽ എന്താണ് ഓരോ വർഷം തോറും ആധുനിക വിദ്യാഭ്യാസ മേഖല ടെക്നോളജിക്കലി എന്താണ് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസ മേഖല ഉയർന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ +1 +2 കൊമേഴ്സും ഹ്യൂമാനിറ്റീസും താഴോട്ട് പോവുകയാണ് എന്ന ധാരണ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ. 2022 85% കൊമേഴ്സിലെ പാസ് ഔട്ട് റേറ്റ്, അത് ഹ്യൂമാനിറ്റീസിലെ 75%. 2023 അത് 82 കുറഞ്ഞു, 71 ഇവിടെയും കുറഞ്ഞു. 2024 76 കുറഞ്ഞു, ഇവിടെ 67 കുറഞ്ഞു. 2025 വീണ്ടും 74 കുറഞ്ഞു, ഇവിടെ വീണ്ടും 69, 2% ചെറിയ മാറ്റമുണ്ടായി. എന്താ നമ്മൾ വിചാരിക്കുന്നത്? വർഷം കൂടുന്തോറും വിദ്യാഭ്യാസ മേഖല താഴോട്ടാണോ, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും താഴോട്ടാണോ പോകുന്നത്? എന്താ ഇതിന് കാരണം? എന്താ നിങ്ങൾ ആരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചോ? നിങ്ങൾ ഈ വർഷം +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്ന സ്ട്രീമിനെ, നമ്മുടെ കേരളത്തിലെ സ്ട്രീമിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ രീതിയിലേക്ക് നമ്മുടെ കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും വിദ്യാർത്ഥികൾ തോറ്റു പോകാൻ കാരണം? എന്താ? രണ്ട് കാരണമാണ്. ഒന്നാമത്തെ കാര്യം, കൃത്യമായി നിങ്ങൾക്ക് യു ആർ നോട്ട് മോട്ടിവേറ്റഡ്. നിങ്ങൾക്ക് അറിയില്ല ഞാൻ എന്തിനാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ 2 വർഷം നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എൻ്റെ പഠനം ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി പോവുകയാണ് എന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ കാലചക്രത്തിന് കൂടെ അങ്ങനെ ഉരുണ്ടു പോവാണ്. ആ ചക്രം ഉരുളാൻ നിങ്ങൾ ഉരുളുക. പണ്ട് പറയാറ് എന്താണ്, ഈ ഉന്തുവണ്ടി കറങ്ങി പോകുമ്പോൾ ഉന്തുവണ്ടിൻ്റെ ആ ചക്രത്തിൻ്റെ സൈഡിലെ പലകൻ്റെ മേലിരിക്കുന്ന പല്ലി ലോകം കാണുന്ന പോലെ നിങ്ങൾ ലോകം കാണുന്നത്. എന്തോ പോകുന്നതിന് കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വണ്ടി എവിടെ നിൽക്കുന്നോ നിങ്ങളുടെ ജീവിതം അവിടെ നിൽക്കും. ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലേക്ക് അടുത്ത വർഷം നിങ്ങൾ വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പോലും നിങ്ങളറിയാതെ നിങ്ങളെ കാറ് നിന്നത് നിങ്ങളുടെ സ്ക്രീൻ അഡിക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണാണ്. നിങ്ങൾ പോലും അറിയുന്നില്ല ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നുള്ളത്. അത് ഗെയിം ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈമിന് കൃത്യമായ ഒരു ലിമിറ്റ് നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ എനിക്കത് ഉറപ്പ് പറയാൻ സാധിക്കും, നിങ്ങൾ തോൽക്കും. ഈ പറഞ്ഞ ലിസ്റ്റിലേക്ക് നിങ്ങളും വരും. കാരണം നിങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികൾ ദൈനംദിനമായി കാണുന്ന, നിങ്ങളുടെ പാരൻസുമായി സംസാരിക്കുന്നതാണ്, നിങ്ങളുടെ ഒരുപാട് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ ക്ലിയർ ചെയ്യുന്ന ഒരു ചെറിയ അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? ഫസ്റ്റ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുക. രണ്ടാമത്, എൻ്റെ ഒഴിവ് സമയം ഞാൻ ഏറ്റവും കൂടുതൽ ആരെ കൂടെയാണ് ചിലവാക്കുന്നത്? അത് നിങ്ങൾ ചിലവഴിക്കുന്ന മൊബൈൽ ഫോൺ ആയിരിക്കും. അത് അഡിക്ഷൻ നിങ്ങൾ പലപ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ കൈ അങ്ങോട്ട് പോകും. അത് ശീലമാവുമ്പോൾ നിങ്ങൾ കുടുങ്ങും, നിങ്ങൾ ലോക്കാവും. സോ അതിനെപ്പറ്റി ഒന്ന് നിങ്ങൾ കൃത്യമായി ചിന്തിക്കുക. കാരണം നിങ്ങൾ +1 +2 പഠിച്ചിറങ്ങി ഏതെങ്കിലും ഹയർ എഡ്യൂക്കേഷനൊക്കെ പോയിട്ട് വലിയ ജോലിയൊക്കെ ഇട്ടിട്ട് വേണ്ടി വരും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ഒന്ന് നീർന്ന് നിൽക്കാൻ. നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ഉള്ളൂ, നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ നിങ്ങൾ വലിയ പ്രതീക്ഷയുണ്ട്. അവരൊക്കെ മനസ്സിൽ നിങ്ങളോട് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങളൊന്ന് വെറുതെ അവരറിയാതെ അവരുടെ സൈഡിലൊക്കെ ഇരുന്നാൽ അവർ ചുമ്മാ സംസാരിക്കാൻ അവരൊക്കെ പറയുന്നുണ്ടാവും, ഓനൊക്കെ എന്തെങ്കിലും ആയിട്ട് വേണമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവനായിക്കോളും. പ്രതീക്ഷയുണ്ട്, നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്. അതൊക്കെ അസ്ഥാനത്തായിക്കൊണ്ട് അവരെ പറ്റിയോ നിങ്ങളെപ്പറ്റിയോ ഒന്നും ചിന്തിക്കാതുള്ള ജീവിതം ഉണ്ടല്ലോ, അത് ഈ പേഴ്സണിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാം. സോ ഒരിക്കലും EduPod എൻ്റെ ഈ വീഡിയോ കണ്ട കുട്ടികൾ, എൻ്റെ സംസാരം കേട്ട കുട്ടികൾ ഒരിക്കലും ഈ പേഴ്സണിൽ നിങ്ങൾ വരാൻ പാടില്ല. നിങ്ങൾ നന്നായി പഠിക്കുക, നിങ്ങൾ കഴിയുമ്പോൾ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെയും സമാധാനങ്ങളെയും എല്ലാത്തിനും ഒരു ലിമിറ്റ് നിങ്ങൾ വെക്കുക. നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് മൊബൈൽ ഫോണിൽ ലിമിറ്റ് നിങ്ങൾ വെക്കുക എന്ന് നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക. ഒരു സംശയം വേണ്ട, ഈ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ നമ്മൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. തിങ്കളാഴ്ച നമ്മൾ പഠിച്ചു, +2 വിദ്യാർത്ഥി നമ്മൾ പഠിച്ചു തുടങ്ങാണ്. EduPodന്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവാം. സോ കൃത്യം തിങ്കളാഴ്ച കറക്റ്റ് 7 മണിക്ക് ഇങ്ങോട്ട് പോരേണ്ട. EduPodന്റെ സ്റ്റഡി പ്ലാൻ ലിങ്ക് ഓൾറെഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവാണ്. പഠിച്ചു തുടങ്ങാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ താഴെ ഈ വീഡിയോന് താഴെ യെസ് സാർ ഐ ആം റെഡി, ഒരു തംസപ്പോട് കൂടി ഐ ആം റെഡി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ആൻഡ് രണ്ടാമത്തെ കാര്യം, മോട്ടിവേറ്റഡ്. നിങ്ങൾ സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആവും. എന്ത് ഞാൻ പഠിക്കുന്നു, ഞാൻ പഠിച്ചില്ല ആർക്ക് നഷ്ടം, ഇതൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. തിങ്കളാഴ്ച ഇങ്ങ് പോരും. ഈ ലിസ്റ്റിലേക്ക് നിങ്ങൾ ഒരാളെ പേരും ഇനി ഈ പെർസെൻറ്റേജ് കൂട്ടാന്നല്ലാതെ നമ്മൾ ഒരിക്കലും കുറയ്ക്കില്ല. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യാൻ വേണം, എല്ലാ നെഗറ്റീവ് വൈബ്സും കളയും. നമ്മൾ പോസിറ്റീവായി തിങ്കളാഴ്ച നമ്മൾ പഠിച്ച് തുടങ്ങാൻ വേണ്ടി പോവാം. സോ ലിങ്ക് താഴെയുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ചെയ്യാൻ, നോട്ടിഫൈ മീ ഓൺ ചെയ്യുന്നത് മറക്കണ്ട. അപ്പോൾ തിങ്കളാഴ്ച കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.